നമ്മളൊക്കെ നാട്ടുകാരല്ലേ, നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ? പള്ളി ആശീർവദിച്ച് കല്യാണം കഴിച്ചൊരു പെണ്ണ് കെട്ടിയവൻ ജീവിച്ചിരിക്കെ മറ്റൊരുത്തിന്റെ കൂടെ പൊറുക്ക, അത് കണ്ട് മിണ്ടാണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്ക. കർത്താവ് സമ്മതിക്കോ? അതിന്റെ പാപം നമുക്ക് കൂടി കിട്ടും. കെട്ടിയവൻ കൊള്ളരാത്തവനാ, നിന്റെ അനിയനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ എന്താ ഒരു കുഴപ്പം? കുറച്ച് കള്ളുകൂടി, ഇടയ്ക്ക് പെമ്പറന്നവരും തല്ലും. അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇടവകയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോ അതിന്റെ നാണക്കേട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് നമ്മുടെ അന്തസ്സിന്റെ പ്രശ്ന. സഭ ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ? അവൾക്ക് അത്രയ്ക്ക് ഇരിക്കപ്രതി ഇല്ലായിരുന്നെങ്കിലേ നമ്മളാരും പറ്റത്തില്ലായിരുന്നു. ആ വരുത്തനെ മാത്രമേ കണ്ടുള്ളൂ. നമ്മുടെ ലാസറിനെ അവളുടെ വീട്ടിൽ വെച്ച് അവളുടെ മുൻപിൽ വെച്ച് അവൻ തല്ലിച്ചതച്ചു. എന്നിട്ട് അവൾ അത് നോക്കിക്കൊണ്ടുവന്നു. എന്ന് വെച്ചാ ചെന്ന് നിന്ന് കാര്യങ്ങൾ അവിടം വരെയായി. അതാ പറയുന്നത്. ആ അച്ഛനതിന് കൂട്ടു നിൽക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഞാൻ കട്ട്യാരായി പോയില്ലേ, പറഞ്ഞാൽ ധിക്കാരാവില്ലേ? നോക്കിക്കോ, അയാൾ ഒറ്റൊരുത്തൻ ഈ ഇടവക നാറ്റിക്ക്. നിങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രമാണിമാരായിട്ട്. എന്നിട്ട് എന്താ കാര്യം? മാഷേ, ഇതൊന്ന് പിടിച്ച മാഷേ, ഞാനൊന്ന് മുള്ളട്ടെ. ഇത് എത്ര നേരായി മാഷേ? ഇത് കഴിയണ്ടേ? ഒരു ദിവസം താൻ എത്ര പ്രാവശ്യം മുള്ളും? അതിപ്പോ ഞാൻ എന്നെ നോക്കിയിട്ടില്ലല്ലോ. കണ്ടോ നാരകനെ കൂടെ നാട് വിറ്റ് നടക്കാൻ. ദേഷ്യം കൊണ്ട് നേരിട്ട് തീർത്താ മതി. ഒന്നും അറിയാത്ത കൊച്ചിനെ ഉപദ്രവിക്കരുത്. നേരിട്ട് തീർക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. മോനെ, നിന്റെ ഈ വേലി ചാടിയുള്ള കളിയുണ്ടല്ലോ, ചോദിക്കാനും പറയാനും ആരും എന്ന് വിചാരിച്ചടാ. പേടിപ്പിക്കാതെ പോവാ. ചുണയുള്ള ഒറ്റക്കൊറ്റക്കൊന്ന് ചോദിക്കേ. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ലാസറേ, അവന്റെ ചെവി കിട്ടിട്ട് രണ്ട് കൊടുക്കണ. കടിക്കില്ലടാ പേപ്പട്ടിയവൻ പൊടിയൻ. ചെക്കനെ ഞാൻ കടിക്കില്ല ഞാൻ ആശനിന്റെ അപ്പനാണല്ലോ കൊല്ലി ഞാൻ ഇടിക്കണവനെ. ഇടിച്ചോ പട്ടിക്കുട്ടി കടിക്കില്ലടാ. എടാ മതിയടാ, ഇനി തല്ലിയ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. നിർത്ത്. എടാ, നിന്റെ അമ്മയോടെ ഒന്ന് പറഞ്ഞേക്ക്, ഇനിയെങ്കിലും അഴിഞ്ഞാട്ടം നിർത്തിയില്ലെങ്കിൽ ഞാനാ പുറകെ ജീവിക്കും. വാ. ഒത്തിരി നൊന്തോ? ഇല്ല, എന്തോരം തല്ല മാഷിന് കൊണ്ടത്. സാരമില്ലടോ, തനിക്ക് വല്ലതും പറ്റി? തല്ലു കൂടിക്കൊണ്ടിരുന്നപ്പോ ഞാനതാ പേടിച്ചോണ്ടിരുന്നത്. കരയണ്ടടോ, ഇനി കരഞ്ഞിട്ടെന്താ കാര്യം? താനിതൊന്നും അമ്മയോട് പറയരുത്. നമ്മളെ മാത്രം അറിഞ്ഞാ മതി. നമ്മൾ കളിച്ചപ്പോ ഉരുണ്ട് വീണല്ലേ, അല്ലേടോ?
എല്ലാവരും കൂടിയാ തല്ലിയെ. എന്തോരം ചോരിയാ വന്നേന്നറിയോ? മാഷ് പാവം, എന്നിട്ടും കരഞ്ഞു ഓടിയില്ല. അമ്മയെ ഒരുപാട് ചീത്ത പറഞ്ഞു. നമ്മുടെ വീട് കത്തിക്കൂ ഇത്രേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ശിക്ഷ? ഇല്ല ചേച്ചി, തെറ്റെന്ന ചേച്ചിയല്ല, മറ്റുള്ളവരാ. ഇത്രയും നാൾ കണ്ണീരും കഷ്ടപ്പാടുമായി ഇവിടെ കിടന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ലോ ശരിയും തെറ്റും അന്വേഷിക്കാൻ. കർത്താവേ, എന്റെ ഒരു വിധി. ജന്മം തന്ന കർത്താവിനെ മറന്ന് ന്യായം വിസ്തരിക്കുന്നവരാണ് ഇവിടെ. ചേച്ചി ധൈര്യമായിരിക്കും. ഇടവകയും കുറെ പ്രമാണിമാരും മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ കർത്താവ് വഴി തുറന്നു തന്നാലും ഈ നാട്ടുകാരതിന് സമ്മതിക്കില്ല മോളെ. ചേച്ചി, തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ അനുവാദമില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ എന്നും ചേച്ചിയുടെ ഒപ്പം ഉണ്ടാവും. ഇതുവരെ ചോദിച്ചില്ല, അതിലൊരാവശ്യമൊട്ടും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോ ഇത്രയൊക്കെ കലാപമായ സ്ഥിതിക്ക് എന്താ ലൂയിസ് ഇതിന്റെ സത്യാവസ്ഥ? ഞാൻ ഇവിടം വിട്ട് പോണോ? അച്ഛനും അതാണോ പറഞ്ഞോണ്ട് വരുന്നത്? പറഞ്ഞാത്താ പോവോ? തനിക്ക് പോകാൻ പറ്റുമോ? ജീവിക്കുകയാണെന്ന് തോന്നലുണ്ടായത് സത്യത്തിൽ ഈ മലഞ്ചെരുവിൽ എത്തിപ്പെട്ടതിന് ശേഷമാണ്. അച്ഛന്റെ ദയ, പിന്നെ കുട്ടൻ. അവനോടൊപ്പം കളിക്കാനിരുന്ന് കൊടുക്കുമ്പോഴൊക്കെ എനിക്കൊരു കുട്ടിക്കാലം തിരിച്ചു കിട്ടിയ പോലെ. എന്തിന്റെ പേരിലായാലും എനിക്കിവിടെ വിട്ട് പോകാൻ വിഷമമുണ്ട് അച്ഛൻ. എന്നെ നിർബന്ധിക്കരുത്. അല്ല, അതിപ്പോ മേരിയുമായി ആലോചിച്ചുറച്ച ഒരു തീരുമാനമാണോ? അല്ല, മേരിയുമായി ഞാനൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ അച്ഛൻ ഞാനൊരു പൊങ്ങുവരി പോലെ ഇവിടെ വന്ന് പെട്ടതാ. അച്ഛൻ അറിയാലോ, കൂട്ടിനൊരാൾ വേണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അടുത്തറിഞ്ഞപ്പോ മേരി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ടപ്പോ വല്ലതും ആലോചിച്ചു പോയെങ്കിൽ അത് തെറ്റാണോ അച്ഛോ? അവൻ ചോദിച്ച കേട്ടില്ലേ? ദൈവം കൂട്ടിച്ചേർത്തതിന് മനുഷ്യൻ വേർപിരിക്കുന്നത് തെറ്റാണ്. നിയമം എനിക്കും അറിയാം. പക്ഷെ കൂട്ടിച്ചേർക്കുമ്പോ കണക്ക് നമുക്കും പഠിക്കാമല്ലോ. അതുകൊണ്ട് ലൂയിസിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയേണ്ടത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ എന്താ പറയേണ്ടതെന്ന്. എന്റെ അടുത്ത് വേണ്ടാട്ടോ. താരങ്ങൾ
സൗന്ദര്യമേ നീ എൻ സത്യസംഗീതമേ നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ അച്ചോ കുർബാന തുടങ്ങാൻ വരട്ടെ. എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് തുടങ്ങിയാൽ മതി. അതെന്താണെങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തീരുമാനിക്കാം. അത് പറ്റില്ല അച്ചോ. ആദ്യം അവളെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം, എന്നിട്ട് മതി. അവളെ മാത്രം പോരാ, അവനെയും ഇതിനകത്ത് കയറരുത്. പള്ളി എന്ന് പറയുമ്പോൾ അതിനിത്തിരി പരിശുദ്ധിയൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ സത്യക്രിസ്ത്യാനികളാ. ഈ ഇടവകയിൽ ഇത്രയും വൃത്തിയോടെ നടന്നിട്ടും പള്ളിക്ക് ഇത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമില്ലേ? അതെങ്ങനെയാ? പാലും തേനും കൊടുത്ത് പള്ളി താമസിപ്പിച്ചിരിക്കില്ലേ ആ വരത്തനെ? എന്നിട്ട് അവന്റെ തോന്നിയാസനെല്ലാം കൂട്ടു നിൽക്കുന്ന ഒരു അച്ഛനും. റാഫേൽ, പറയുമ്പോ ചൂടായിട്ട് കാര്യമില്ല അച്ചു. സഭയുടെ നിയമം അനുസരിച്ച് ഈ ഇടവകയിൽപ്പെട്ട ഒരു പെണ്ണ് കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരുത്തന്റെ കൂടെ പൊറുക്കുന്നത് സഭ അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ? അച്ഛൻ എന്താ മിണ്ടായിരിക്കുന്നേ? ചോദിച്ചതിന് സമാധാനം പറയണം. ഒരു വൈദികൻ എന്ന നിലയിൽ സഭയും നിയമങ്ങളും അനുശാസിക്കുന്ന അനുസരിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. അതിന് വിരുദ്ധമായ ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കില്ല. പിന്നെ തമ്മിൽ തല്ലുകൂടി ചാകാനല്ലല്ലോ, പരസ്പരം സ്നേഹിക്കാനല്ലേ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അച്ഛന്റെ വേദാന്തമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഒരു തീരുമാനമാണ് ഞങ്ങൾക്ക് ആവശ്യം. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ആദ്യം അന്വേഷിക്കട്ടെ, എന്നിട്ടാവാൻ തീരുമാനം. എന്തോന്ന് അന്വേഷിക്കാൻ? നാട് മുഴുവൻ പാട്ടല്ലേ അവൾ അവന്റെ കൂടെ കിടക്കുന്നത്? പത്രോസേ, ഇത് പള്ളിയാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഓ, ഞങ്ങൾ പറയുന്നതല്ല കുറ്റം, മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാം. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അവനെ ഇനി ഇടവകയെ കയറ്റരുത്. അവളെ സഭയിൽ നിന്ന് പുറത്താക്കി തെമ്മാടിക്കുഴി കൊടുക്കണം. കഴിഞ്ഞോ? ശിക്ഷ വിധിച്ചു കഴിഞ്ഞോ? ഞാൻ തുമ്മുന്ന അനങ്ങുന്നൊക്കെ അന്വേഷിക്കാൻ ഇപ്പൊ എത്ര ആൾക്കാരാ? ഈ നാട്ടുകാരെല്ലാം മുമ്പ് എവിടെയായിരുന്നു? കള്ളും കുടിച്ചോണ്ട് വന്ന് ചവിട്ടും തൊഴിക്കൊക്കെ ചെയ്യുമ്പോ മേരി,
ഇതാ വീണ്ടും താക്കോല്. ആളും മനുഷ്യരും സ്ഥലത്തുണ്ടായി എനിക്ക് മനസ്സിനൊരു സമാധാനം. സാധനങ്ങളൊക്കെയാ ഇനി പോയി കൊണ്ടുവരണം. സ്ഥലമൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ടാവാന്ന് കരുതി. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മുമ്പ് താമസിച്ചിരുന്നവര് മുഴുവൻ സാധനങ്ങൾ കൊണ്ടുപോയില്ല. എന്താ മുടി ഇങ്ങനെ? അതെ, മേരിക്ക് ടൈഫോയിഡ് എന്നൊരു സൂക്കേട് വന്നു. ടൈഫോയിഡേ എന്നും ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് രോഗ. കഷ്ടകാലം എല്ലാവർക്കും. ഈ വയസ്സിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം സഹിച്ചു. ഒരു കൊച്ചുള്ള മലയോരത്തിൽ കുറച്ച് സ്ഥലം വാങ്ങി കൃഷി ചെയ്ത് ജീവിക്കാന്ന് ഇവള് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. ഇപ്പോഴേ ഉള്ളതൊക്കെ വിറ്റ് വെറുക്കാനൊത്തുള്ളൂ. പൊന്നു വിളയണ മണ്ണ. ഇപ്പോ സ്ഥലത്തിനൊക്കെ വില കൂടി. ഞങ്ങള് വരുന്ന കാലത്തെ കാട്ടാനും മേഞ്ഞ് നടന്നിരുന്ന സ്ഥലമായി. വേണ്ടത് എടുത്തോളാൻ പറഞ്ഞു ഓരോക്കെ കമ്പനി. കാട് വെട്ടി ആളുകൾക്ക് വഴി നടക്കാറായിപ്പോ പാവം എന്റെ അധിയാൻ വീണുപോയി. അപ്പോ ചേട്ടത്തിക്ക് മക്കളാരുണ്ട്? ഉണ്ടായിരുന്നു മോളെ. ഒന്നിനോളം പോന്ന രണ്ടാമക്കളുണ്ടായിരുന്നു. ഒക്കേത്തിന് കർത്താവ് അങ്ങ് തിരിച്ചു പിടിച്ചു. ഇനിയിപ്പോ ഞാൻ മാത്രം ബാക്കി. അഡ്വാൻസാ? എന്റെ ഗതികേടോണ്ടാ ഞാനിത് വാങ്ങുന്നത്. മോളെ, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചു. ഞാൻ ദേ അപ്പുറത്തുണ്ട്. കണ്ടപ്പോഴേ മനസ്സിലായി നല്ലൊരു കുടുംബാണെന്ന്.
പോലെ മന്ത്രം ചൊല്ലി തന്നു